ഹായ് ഹലോ എവരിവൺ, ടീച്ചർ ലെക്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. NCET എൻട്രൻസ് എക്സാമിന് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കേണ്ട ഒരു സെഷനാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് മാറിയ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. 2025 സിലബസ് അല്ല, 2026 സിലബസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 10 യൂണിറ്റ്സ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അതിൽ 70 യൂണിറ്റ് ആയിട്ടുള്ള അവയർനെസ് അബൌട്ട് ന്യൂ എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ്സ് എന്ന യൂണിറ്റിൽ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഫുൾ ഫോമുകളുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. NEP 2020 എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അതിന്റെ ഫുൾ ഫോം ആണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ളത്. പുതിയ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ ആയിട്ടുള്ള 5+3+3+4 ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. നമുക്കറിയാം ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി, മിഡിൽ, അതുപോലെ തന്നെ സെക്കൻഡറി, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ, യൂണിറ്റ് 7ന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം. ഇതിൽ ഫുൾ ഫോമുകൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ദെൻ അടുത്തത് RTE, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. RTEന്റെ ഫുൾ ഫോം ആണ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. 2009 നിലവിൽ വന്ന നിയമമാണ്. 6 മുതൽ 12 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. ദെൻ അടുത്തത് PWBD, RPWBD, റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആണ് RPWBD എന്ന് പറയുന്നത്. ദെൻ അടുത്തത് NCF ആണ്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. NCF വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. ദെൻ അടുത്തത് NCF-FS. ഇതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഫസ്റ്റ് എന്താണ് NCF അല്ലേ, അത് സെയിം ആണ്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് തന്നെയാണ്. ദെൻ അടുത്തത് FS എന്ന് പറയുന്നത് ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്. മനസ്സിലാക്കി വെക്കണം, അതെന്താണ്, ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്. അപ്പൊ NCFFS എന്ന് പറയുന്നത്, NCFFS എന്ന് പറയുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ഫൗണ്ടേഷണൽ സ്റ്റേജ്. ദെൻ അടുത്തതും സിമ്പിൾ ആണ്, NCFSE. ഇത് രണ്ടും ഒരിക്കലും മാറിപ്പോകരുത്. ഇതിന്റെ അവസാനം FS ആണ്, ഇത് SE ആണ്. ആ SE എന്നുള്ളത് സ്കൂൾ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. NCF സെയിം ആണ്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് തന്നെയാണ്. SE എന്നുള്ളത് സ്കൂൾ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഇത് രണ്ടും മാറിപ്പോകരുത്. FS ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണെങ്കിൽ SE എന്ന് പറയുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ NCFSE എന്നതിന്റെ ഫുൾ ഫോം നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ. ദെൻ ലാസ്റ്റ് വൺ SSA, സമഗ്ര ശിക്ഷ അഭിയാൻ. നമ്മൾക്ക് ഒരുപാട് തവണ കേട്ടതാണ് SSA, സമഗ്ര ശിക്ഷ അഭിയാൻ. ഇപ്പൊ യൂണിറ്റ് 7ൽ നിന്നുള്ളത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. യൂണിറ്റ് 7ൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ഫുൾ ഫോമുകളാണ്. സോ എല്ലാവരും പഠിക്കുക. ആൻഡ് യൂണിറ്റ് 7ന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.